ഹായ്. ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും വയനാട്ടിലോട്ട് പോവാണ്. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇന്നിപ്പോൾ ഈസ്റ്ററിൻ്റെ തലേന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് പോയിട്ട് ഇന്ന് തന്നെ വരും. ഈ പ്രാവശ്യം ഈസ്റ്ററൊന്നും ആഘോഷിക്കുന്നില്ല. വൈഫിൻ്റെ അപ്പനും അമ്മയൊക്കെ മരിച്ചുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഈസ്റ്റർ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ പോയിട്ട് എൻ്റെ അപ്പനെയും അമ്മേനെയൊക്കെ കണ്ട് പെങ്ങമ്മൻ്റെ അടുത്തൊക്കെ പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ പുതിയ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും കാണാം. വയനാട്ടിലോട്ട് പോകുന്നതിൻ്റെയും അവിടുത്തെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം കണ്ടിട്ട് തിരിച്ചു വരാം. എല്ലാവരും എൻ്റെ കൂടെ സഞ്ചരിച്ചോളൂ. പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളെ കൽപ്പറ്റ ടൗണിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ഇതുവരെ ആരും കാണാത്ത വയനാട്ടിലെ കുറേ കാഴ്ചകളും കുറച്ച് വിശേഷങ്ങളും. ഇതാണ് കൽപ്പറ്റ ബസ് സ്റ്റാൻഡ്. പഴയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. നമ്മൾ ചുരത്തിലെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. നമ്മൾ സാധാരണ ചുരത്തിലേക്ക് എടുക്കുന്നതുകൊണ്ട് ഇന്ന് നമ്മൾ കൽപ്പറ്റ മുതലുള്ള കുറച്ച് വീഡിയോസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കൽപ്പറ്റ ടൗണിലെ കുറച്ച് കാഴ്ചകൾ, അങ്ങനെ ഒരുപാട് നല്ല കാഴ്ചകൾ അടങ്ങിയ വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും മനോഹരമായ കാഴ്ചകളിലേക്ക് ഇതുവരെ ആരും കാണാത്ത വയനാട്ടിലെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും കണ്ടുനോക്കാം. ഇത് മീനങ്ങാടിക്ക് ഇപ്പുറമുള്ള കുറച്ച് സ്ഥലങ്ങളാണ്, കൃഷിയിടങ്ങളാണ്. കാണാൻ നല്ല രസമാണ്. ടൗണുകളും കൃഷിയിടങ്ങളും ഒക്കെ കാണാം നമ്മുടെ ഈ യാത്രയിൽ. നമ്മളെ ഇപ്പം മീനങ്ങാടി ടൗണിലോട്ട് എത്തിയിരിക്കുകയാണ്. മീനങ്ങാടി ടൗൺ സ്ഥിതി ചെയ്യുന്നത് ബത്തേരിക്കും കൽപ്പറ്റയ്ക്കും ഇടയിലുള്ള ഒരു ടൗണാണ്. കൽപ്പറ്റയും ബത്തേരിയും മാനന്തവാടിയും പുൽപ്പള്ളിയും കഴിഞ്ഞ് പിന്നെ വരുന്ന വലിയ ടൗണ് മീനങ്ങാടി ടൗൺ തന്നെയാണ്. ഒരുപാട് ബിസിനസ് സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു ടൗണാണ് ഈ മീനങ്ങാടി. അപ്പം മീനങ്ങാടി ബസ് സ്റ്റാൻഡിലോട്ട് ബസ് ഇറങ്ങാൻ പോവാണ്. ഇതാണ് മീനങ്ങാടി ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്ന് ഒരുപാട് സ്ഥലങ്ങളിലോട്ട് ബസ് പോകുന്നുണ്ട്. കേണിച്ചിറയ്ക്കും നടവയലിനും പനമരത്തേക്കും ഒക്കെ ഇവിടുന്ന് ബസ് പോകുന്നുണ്ട്. മീനങ്ങാടി കഴിഞ്ഞാലും ഗ്രാമപ്രദേശങ്ങളാണ്. പക്ഷേ റോഡ് നല്ല ഭംഗിയാണ്. രണ്ട് വശങ്ങളിലും മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണഗിരി, കൊളകപ്പാറ, ബീനാച്ചി അങ്ങനെ പോകുന്നു. മനോഹരമായ കാഴ്ചകളാണ് രണ്ട് വശത്തും നമുക്ക് കാണാൻ കഴിയുക. ഈ കാണുന്ന എസ്റ്റേറ്റാണ് ബീനാച്ചി എസ്റ്റേറ്റ്. ഒരിടയ്ക്ക് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു എസ്റ്റേറ്റാണിത്, ബീനാച്ചി എസ്റ്റേറ്റ്. അങ്ങനെ ബീനാച്ചിയും കഴിഞ്ഞ് നമ്മൾ ബത്തേരി
ടൗണിലോട്ട് എത്തിയിരിക്കുകയാണ്. ബത്തേരി ടൗണിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് നമ്മുടെ മൈജി ഷോറൂം. ഞാനേ ഈ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിലൊരാളുണ്ട്, നമ്മുടെ പൂച്ചക്കുട്ടി. അവളിങ്ങനെ കരയുന്ന സൗണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കേൾക്കുന്നത്. അവൾ വിചാരിക്കുക ഞാനെന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി. നമ്മളിറങ്ങിയ ബസ് ഇതാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് താളൂർ എന്നാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. താളൂരിലെ കുറച്ച് വിശേഷങ്ങൾ കേട്ടാലോ. ഈ താളൂർ എന്ന് പറയുന്ന സ്ഥലം വയനാട് ജില്ലയിലാണ്. പക്ഷേ വയനാട് ജില്ലയിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഓട്ടോറിക്ഷേൻ്റെ കളർ കണ്ടോ, മഞ്ഞ. നമ്മളിപ്പോൾ നിൽക്കുന്നതേ കേരള തമിഴ്നാട് ബോർഡറിലാണ്. വയനാടിൻ്റെയും ബോർഡർ തന്നെയാണ്. കണ്ടോ ഈ പാലം, ഇതേതാ സ്ഥലം മനസ്സിലായോ? ഇതാണ് താളൂർ. ഈ ഇവിടുന്ന് ഈ പാലം അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നേരെ തമിഴ്നാടാണ്. ആ ബസ് നിർത്തിയിട്ടിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. ഈ പാലമാണ് തമിഴ്നാടിൻ്റെ അതിർത്തി. തൊട്ടപ്പുറത്തൊരു ചെക്ക് പോസ്റ്റും ഉണ്ട്. ദൂരെ കണ്ടില്ലേ മഞ്ഞ ഓട്ടോറിക്ഷകൾ, അത് തമിഴ്നാട്ടിലാണ്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡറാണ് ഈ താളൂർ എന്ന് പറയുന്ന സ്ഥലം. അതുപോലെ തന്നെ വയനാട് ജില്ല എന്ന് പറയുന്നത് 2 സംസ്ഥാനങ്ങളായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഒന്ന് കർണാടകയായിട്ടും ഒന്ന് തമിഴ്നാടുമായിട്ടും. തമിഴ്നാട്ടിൽ തന്നെ 2 റോഡുകളുണ്ട്. ഒന്ന് ചേരമ്പാടി, വടുവഞ്ചാൽ ചേരമ്പാടി റോഡും ഒന്ന് താളൂരും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് താളൂരാണ്. ഞാൻ എൻ്റെ പെങ്ങളുടെ വീട്ടിലോട്ട് പോകുകയാണ്. താളൂർ ഇറങ്ങിയിട്ട് ഇവിടുന്ന് കുറച്ചുള്ളൂ, നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ 2 വശത്തും കൃഷിയിടങ്ങളാണ്, വാഴ കൃഷിയൊക്കെ കണ്ടോ. വയനാട്ടിലെ ഒരു പ്രധാന കൃഷിയാണ് വാഴക്കൃഷി. അതുപോലെ തന്നെ ഇഞ്ചി, കുരുമുളക്, കവുങ്ങ്, തെങ്ങ് എല്ലാം വയനാട്ടിലെ കൃഷികളാണ്. നമ്മളിപ്പോൾ നടന്ന് എത്തിയിരിക്കുന്നതേ ഇതുണ്ടോ, ഇതൊക്കെ ഒരു ഇഷ്ടിക ചൂളയാണിത്. അതായത് കട്ടയൊക്കെ ചൂളക്കിടുന്ന സ്ഥലം. അങ്ങനെ നമ്മൾ നടന്ന് പെങ്ങളുടെ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇളയ പെങ്ങളുടെ വീടാണിത്. മൂത്ത പെങ്ങൾ കയ്യൂന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ. അത് തമിഴ്നാട്ടിലാണ്. ഞാൻ മൂത്ത പെങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നില്ല, പകരം മൂത്ത പെങ്ങൾ എന്നെ കാണാൻ ഇങ്ങോട്ട് വരും. നമ്മളെ നേരെ അടുക്കളയിലോട്ട് കയറി. കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നു. എനിക്ക് നോമ്പില്ല. ഇവിടെയുള്ള പെങ്ങൾക്കും അമ്മയ്ക്കൊക്കെ നോമ്പുണ്ട്. നമുക്ക് നോമ്പില്ലാത്തതുകൊണ്ട് നമുക്ക് ബീഫൊക്കെ അടിക്കാം. കൂട്ടത്തിൽ എൻ്റെ പെങ്ങന്മാരെയൊക്കെ നിങ്ങൾക്ക് കാണാം. എനിക്ക് വേണ്ടി ലാവിഷായിട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോര് കറി, കാബേജ് ഉപ്പേരി, പിന്നെ ഒരു പ്രധാന ഐറ്റം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ബീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതെൻ്റെ അമ്മ, മൂത്ത പെങ്ങൾ, ഇതെൻ്റെ അച്ഛൻ. അങ്ങനെ മോര് കറി ഉണ്ട്. ബീഫ് കറിയാണേ. നമുക്ക് നോമ്പില്ലാത്തതുകൊണ്ട് എത്ര വേണേൽ അടിക്കാം. ബാക്കി ബീഫ് ഒരു നാളെ ഈസ്റ്ററിന് കൂട്ടിക്കോളൂ. ചാച്ചനും നോമ്പില്ല, ഞങ്ങൾ 2 മാത്രമേ നോമ്പെടുക്കത്തുള്ളൂ. പിന്നെ അച്ചാർ. എൻ്റെ ഇളയ പെങ്ങൾ ഇവിടെ വീട്ടിലാണ് ഞാൻ വന്നത്. അളിയൻ സ്ഥലത്തില്ല, പുറത്താണ്. പിന്നെയുള്ളത് പെങ്ങളുടെ മോളാണ്. പിന്നെ പെങ്ങളുടെ 2 മക്കളുണ്ട്. ഇത് പെങ്ങളുടെ മോളാണ്, ചോറിനോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ, കാഴ്ചകൾ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി മോള് ചോറിനോണ്ടിരിക്കട്ടെ, നമുക്ക് പോകാം.